ഹലോ കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്നത് നൈറ്റ് ടു മോർണിംഗ് വ്ളോഗാണ്. അതായത് രാത്രി തൊട്ട് ഉച്ച വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമ്മൾ വൈകുന്നേരം ഒരു ഗ്ലാസ് ചായ തന്നെ വെച്ചിട്ട് ചായ കുടിച്ചിട്ട് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു പണികളൊക്കെ. അപ്പം അതിനുവേണ്ടി ഞാൻ എൻ്റെ ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചായയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ചായ ഇനി ഇപ്പോൾ ഒരാഴ്ചയുടെ മധുരം ഇടാതെയാണ് കേട്ടോ കുടിക്കുന്നത്. കാരണം ഹെൽത്തിൻ്റെ ഭാഗമായിട്ട് പഞ്ചസാര ഒഴിവാക്കാമെന്ന് വിചാരിച്ചു. പഞ്ചസാര ഒട്ടും നല്ലതല്ല, മാക്സിമം നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ ഞാൻ ചായപ്പൊടിയൊക്കെ ഇട്ട് ചായ എടുത്തതിന് ശേഷം ഇതാ ചോറ് തിളപ്പിക്കാനുള്ളതും കുടിവെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചായയുടെ കാര്യം പറഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാര കുറച്ചതിനല്ല ഒരുവിധ അസുഖങ്ങളൊക്കെ നമുക്ക് കുറയും. ഞാൻ കഴിഞ്ഞ വർഷം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്ന സമയത്ത് ഡയറ്റീഷ്യൻ എന്നോട് പറഞ്ഞായിരുന്നു പഞ്ചസാര ഒഴിവാക്കണം, അതുപോലെ നടക്കണം, പിന്നെ ഫ്രൈഡ് ഐറ്റംസ് ഒഴിവാക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്തൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പിന്നെ ഞാൻ അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കൊളസ്ട്രോളൊക്കെ കൂടുതലുണ്ട്. പിന്നെ നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുമ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഹെൽത്ത് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാനപ്പം പഞ്ചസാര കംപ്ലീറ്റ് ഒഴിവാക്കി. പാലും അത്ര നല്ലതല്ല, പാൽ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പാല് ഇല്ലാതെ നമുക്ക് മധുരമിടാതെ കുടിക്കുമ്പോൾ അത്ര ഒരു സുഖം തോന്നില്ല. കട്ടൻ ചായ അങ്ങനെ മധുരമിടാതെ കുടിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാൽ ചായ തന്നെ മധുരമിടാതെ കുടിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ നടക്കുന്നുണ്ട്, പിന്നെ ഫ്രൈഡ് ഐറ്റംസ് കഴിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞായറാഴ്ച പോയിട്ട് കൊളസ്ട്രോൾ ചെക്ക് ചെയ്യണം. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കി ഹെൽത്തിൻ്റെ കാര്യം കംപ്ലീറ്റ് ശ്രദ്ധിക്കാമെന്ന് വിചാരിച്ചിനി. പിന്നെ അപ്പോൾ രാത്രിയിലേക്ക് ഞാൻ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കുന്നത്. ഇതിതാ കടുകിട്ട് പൊട്ടിച്ചിട്ട് ഉള്ളിയൊന്ന് മൂപ്പിച്ചു. പിന്നെ നമ്മളതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് കിഴങ്ങും സവോളയും കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് കുറച്ച് ക്രഷ്ഡ് ചില്ലി ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്തു. അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി രാത്രിയിലേക്ക് റെഡിയായി. ഇനി നമ്മളൊരു സ്പെഷ്യൽ കപ്പയാണ് രാത്രിയിലേക്ക് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി മുട്ട ഞാൻ പുഴുങ്ങാൻ വെക്കുന്നുണ്ട്. വലിയ മുട്ട ഒരെണ്ണം ഉള്ളൂ, അതുകൊണ്ടാണ് കുറച്ച് കാടമുട്ടയും കൂടെ എടുത്തേക്കുന്നത്. അത് പുഴുങ്ങിയിട്ട് അത് ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ എണ്ണ ചൂടായപ്പം സവോളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ വഴറ്റിയെടുത്തു. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തു. പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് കപ്പയും മിക്സ് ചെയ്ത് നമ്മുടെ മുട്ട ഗ്രേറ്റ് ചെയ്തൊന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി ടേസ്റ്റായ സ്പെഷ്യൽ കപ്പ റെഡിയായി. പിന്നെ രാത്രിയിലേക്ക് ചോറും ഈ കപ്പയും ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയും പപ്പടമാണ് ഉണ്ടായിരുന്നത്. നമ്മൾ രാത്രി പാത്രമൊക്കെ കഴുകി വെച്ചു, അടുക്കളൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഉറങ്ങാൻ കിടന്നു. അപ്പം ഞാൻ പുറത്തുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. കണ്ടെങ്ങനെ വെളിച്ചം കാണുന്നത് നമ്മളിവിടെയൊക്കെ എന്ന് വെച്ചാൽ എല്ലാ ലൈനിലുള്ള റോഡുകളിലും സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടാവും കേട്ടോ. അപ്പം നമുക്ക് നല്ല വെളിച്ചം, റോഡിലൊക്കെ പകൽ പോലെ തന്നെ നല്ല വെളിച്ചം. അങ്ങനെ നമ്മൾ ഉറങ്ങി രാവിലെയായി. അപ്പോൾ രാവിലെ നല്ലൊരു ദിവസം പോലെയാണ് കേട്ടോ തോന്നുന്നത്. അങ്ങനെ നമ്മൾ രാവിലെ എണീക്കും തന്നെ എനിക്ക് സ്ഥിരം പതിവുള്ളതാണ്, ഞാൻ എല്ലാ ജനലുകളും ആദ്യം ഹാളിലെയും കിച്ചണിലെ ജനലുകളൊക്കെ തുറന്ന് ഇടാറുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബ്യൂട്ടിയുടെ കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, തക്കാളിയുടെ ഇങ്ങനെ ഒരു ഹോൾ ഇട്ടിട്ട് മുഖത്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് മുഖം വാഷ് ചെയ്ത് കളയുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ തക്കാളി നീരും തൈരും കൂടെ നമുക്ക് മുഖത്ത് നന്നായിട്ട് പുരട്ടി കൊടുത്തിട്ട് കഴുകി കളഞ്ഞാൽ നല്ലതാണ്. അതുപോലെ തന്നെ കടലമാവും തൈരോടെ മിക്സ് ചെയ്ത് തേച്ചാലും നല്ലൊരു ഗ്ലോ കിട്ടും. നല്ല ടാനൊക്കെ മാറി കുറച്ച് ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് നല്ല ചേഞ്ച് ഇടാം മുഖത്ത്. പിന്നെ നമ്മുടെ ക്ലിയോ ഇതാ പതിവ് പോലെ തന്നെ സ്റ്റെപ്പിൽ നോക്കി നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്ക് രാവിലെ ഞാൻ പുട്ടും പയറുകറി ഉണ്ടാക്കാൻ വേണ്ടി പയർ ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ചോറും വെള്ളമൊക്കെ തിളപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി പയറിലേക്ക് നമ്മൾ വെന്ത് വന്നപ്പം കടുകൂട്ടിയപ്പം ഉള്ളി മൂപ്പിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടു, ചെറുപയർ അതിനകത്തേക്ക് ഇട്ടു. പിന്നെ തേങ്ങയും പച്ചമുളകും ഉള്ളിയും കൂടെ ഞാൻ അരച്ചും ചേർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കറി റെഡിയായി, നമ്മുടെ പുട്ടും റെഡിയായി. അതൊക്കെ കഴിഞ്ഞു, ചായ കുടിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണി ഇടാണ്ടായിരുന്നു, അതെല്ലാം അലക്കി. പിന്നെ നമ്മൾ കുറച്ച് മീൻ രാവിലെ വരാപ്പുഴയിൽ നിന്നല്ല കേട്ടോ, ഇവിടെ അടുത്തുള്ള കടയിൽ നിന്നായിരുന്നു മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കൊഴുവ നന്നാക്കി ആ മേടിക്കുന്ന കടയിൽ നിന്ന് മീനുകൾ നന്നാക്കി തരും. ഇപ്പോൾ ഇതാ കൊഴുവ നന്നാക്കി കിട്ടിയിട്ടുണ്ട്. എന്നാലും നമ്മൾക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്നുകൂടെ ക്ലീൻ ചെയ്യണം. പിന്നെ നല്ല എളുപ്പമുണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാണ്ട്. പിന്നെ ചാളയുണ്ട്, അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് എടുത്തതിന് ശേഷം ഞാൻ ഉപ്പിട്ട് നന്നായിട്ട് തേച്ച് നല്ല കുട്ടപ്പന്മാരാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കല്ലുപ്പിട്ടിട്ട് നല്ലോണം തേച്ചെടുക്കുക. അപ്പോൾ ഞാൻ മീൻ വൃത്തിയാക്കുന്നത് കത്രിക വെച്ചിട്ടാണ് കേട്ടോ. എളുപ്പമാണ് കത്രിക വെച്ചിട്ട് മീൻ ക്ലീൻ ചെയ്യുക എന്നുള്ളത്. ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മൾ
ജ്യൂസ്, നെല്ലിക്ക ജ്യൂസ് കുടിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ എല്ലാ ദിവസവും ഹെൽത്ത് കെയറിൻ്റെ ഭാഗമായിട്ട് ഒരു നെല്ലിക്കയും കാന്താരിയും പിന്നെ ഇഞ്ചിയും ഉപ്പും കൂടി ഇട്ടിട്ട് അടിച്ചിട്ട് നെല്ലിക്ക ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതാ മീൻ വറുത്തും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതായിരുന്നു നമ്മൾ അത് 2 ഷോർട്സിലുണ്ട്. അപ്പോൾ ഇന്നത്തെ ഫുഡും ഹെൽത്ത് കെയർ, ബ്യൂട്ടി കെയർ അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഇതായിരുന്നു. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ ആരും മറക്കല്ലേ. അതുപോലെ നമ്മുടെ ഷോർട്സ് 12 മണിക്കും വൈകുന്നേരം 7:30ക്കും വരുന്നതും കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്